ചെളി ചാടിയോ? നമ്മളെങ്ങോട്ടാ മെട്രോ ഇല്ലടി ഇവിടെ. ട്രെയിനിൽ പോവാണ്. ഇവര് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ കേട്ടാന്ന് വിചാരിച്ചു. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സ്വന്തം കാർഡല്ലേ കിട്ടി. മെട്രോ കാർഡ് കിട്ടി. എനിക്ക് ഓറഞ്ച് കിട്ടിയ. നിനക്ക് ഓറഞ്ച് കാർഡാ? അവിടെ രണ്ടുപേരും മുമ്പിൽ പോകുന്നുണ്ട്. ഹായ്. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഒബാൻ മെട്രോ ട്രാം അങ്ങനെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലേക്ക് ഒന്ന് കയറി ചുമ്മാ നമ്മുടെ ടൗണിലെ ചൈന മാർക്കറ്റ്, ഇവിടുത്തെ മാർക്കറ്റ്, സെൻട്രൽ മാർക്കറ്റ് അഡ്ലേഡിലെ ഭയങ്കര ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് പറയുന്നു. ചൈന മാർക്കറ്റ് കാണണം ഇവിടെ എപ്പോഴും പറയും. നമ്മുടെ ഹന്നൂസിനാണ് ചൈന മാർക്കറ്റ് കാണുന്നത് അല്ലേ? എന്നാ പിന്നെ ചൈന മാർക്കറ്റിലൊന്ന് പോയി വെച്ച് വരാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് കണ്ടേച്ച് വരാം കേട്ടോ. ഇത് സാലിസ്ബറി ഇന്റർചേഞ്ച് ആണെന്ന് അറിയത്തില്ലല്ലോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇവിടുത്തെ അടിപൊളി റെയിൽവേ സ്റ്റേഷനൊക്കെ നല്ല അടിപൊളിയാണ്. ബസ് ഈ ട്രെയിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഫ്ലൈറ്റ് ട്രെയിൻ, ഫ്ലൈറ്റ് ബസ്. ഇത് അവൾ ഏതാട്ട് പോലേക്കാർ അവൾ പോലെ ഇതാത്ത അമ്മ ബസ്. ഞങ്ങൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വന്ന് എത്തിയിരിക്കുകയാണ്. ബ്ലൂ അറിയാമോ? തലക്കുത്തിയാ. സൺബേൺ. ഞാൻ സൺബേൺ കാണിച്ചു കൊടുക്കട്ടെ. സൺബേൺ. ഇത് സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ട്. ഇത് സ്റ്റുഡൻസിന്റെ കാർഡാ. സ്റ്റുഡന്റ് കാർഡ്. അത് സ്റ്റുഡന്റ് കാർഡ്. നമ്മുടെ കാർഡ് എന്തിരി? അതന്നെ ഞങ്ങൾ കാർഡ്. ഇത് ഓറഞ്ച് കാർഡാണ് സ്റ്റുഡൻസിന്റെ. കണ്ടോ? ഇത് ഞങ്ങളുടെ കാർഡ്. ഇതിന് $5 ഇതിന് $3.5 ആണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ റീചാർജ് ചെയ്യണം. സ്കൂൾ ബസ്. അയ്യോ, അവിടെ നിന്ന് വെച്ചേ വരുന്നേ? അവിടെ നിന്നാ വരുന്ന വണ്ടി? ഇവിടുന്ന് വരുന്നുണ്ട്. അത് വരുന്നു. ആ ടൈം വരുന്നുണ്ടല്ലോ. എന്റെ പല്ല് പോയി നോക്കട്ടെ. പല്ല് പല്ല് മേടിച്ചേടാ. പല്ല് നിന്റെ പല്ല് ആരാ കൊണ്ടേ? ഇന്നലെ രാത്രി കിടന്ന പെലിയല്ലേ? എലി കൊണ്ടുപോയി. പച്ചു പോലെടാ. ഇപ്പം ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ നമുക്ക് ബസ്സുണ്ട്, അതുപോലെ തന്നെ ട്രെയിനുണ്ട്, പിന്നെ ഒബാൻ എന്ന് പറയുന്നത്, അതായത് പാളത്തിൽ കൂടെ പോകുന്ന ബസ് പാളത്തിൽ കൂടെയും പോകും, അതുപോലെ തന്നെ സാധാരണ റോട്ടിൽ കൂടെയും പോകും. അങ്ങനത്തെ ഒരു സിസ്റ്റം കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. ലോകത്തിലെ ആകെപ്പാടെ 4 ഒബാൻ സിസ്റ്റമാണ് ഇറങ്ങിയിട്ടുള്ളതാണ് ഇതുവരെയുള്ള സ്റ്റഡി ഇതിനകത്ത് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അപ്പോൾ ഇവരെ ഒന്ന് ഒബാനിൽ കയറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു ആഗ്രഹത്തോടും കൂടിയാണ് നമ്മളിപ്പം പോകുന്നത്. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇവരെ ജസ്റ്റ് ഒന്ന് ട്രെയിൻ കയറ്റണം, ഒബാനിലൊന്ന് കയറ്റണം, പിന്നെ സിറ്റിയിലെ ചൈന മാൾ ഒന്ന് കാണണം. അപ്പം പാർക്കിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ടൗണിലോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പാർക്കിങ്ങാണ്. അപ്പോൾ ട്രെയിനൊക്കെ പോകുവാണെങ്കിൽ ആ ബുദ്ധിമുട്ടൊക്കെ ആ ഒരു ഉദ്ദേശത്തോട് വിട്ട് ഞങ്ങൾ ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ശരി, നമുക്കൊന്ന് പോയി കണ്ടേച്ചില്ല. ഇവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ കയറിയിട്ടില്ല കേട്ടോ. ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ദുബായിൽ നിന്ന് മെട്രോയിൽ കയറാൻ വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം പോയെങ്കിലും ഓരോരോ കാരണങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ കാഴ്ചകളൊക്കെ കണ്ട് ശരിക്കും ഇതുവരെ അവരെ മെട്രോയിൽ കയറ്റാൻ വേണ്ടി പറ്റിയിട്ടില്ല.
അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു ഇവരൊന്ന് ട്രെയിനിൽ കയറണം. അപ്പോൾ അങ്ങനത്തെ അവരുടെ ട്രെയിനിലെ ആദ്യത്തെ യാത്ര കേട്ടോ. പക്ഷേ ഇത് ട്രെയിനാണെന്ന് തോന്നത്തില്ല, നമ്മുടെ നാട്ടിലത്തെ അല്ല, ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ മെട്രോ കയറായിരുന്നു. സെയിം മെട്രോയുടെ എക്സ്പീരിയൻസ് ഉള്ളത്, നമ്മുടെ നാട്ടിലത്തെ ചൂച്ചു ട്രെയിനിലല്ലാത്ത എക്സ്പീരിയൻസ് കേട്ടോ. ഞാൻ ഇവരോട് പറഞ്ഞിട്ടല്ല കേട്ടോ ചൂച്ചു ട്രെയിനിൽ, ഇവർക്ക് ചൂച്ചു ട്രെയിനിലൊരു ഒരു എക്സ്പീരിയൻസ് കൊടുക്കണം. അത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആട്ടം വിചാരിച്ചത്. ഇവിടുത്തെ പുറത്തെ ഗുഡ്സ് ട്രെയിനാണ് കിടക്കുന്നത്. ഗുഡ്സ് ട്രെയിനിൽ ഫുൾ ആർട്ട് വർക്ക് കേട്ടോ. ഇവിടെ ട്രെയിനിൽ മാത്രമല്ല, നമ്മളിങ്ങനെ പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഫുൾ വാളിലും ഉള്ള ബിൽഡിങ്ങിൻ്റെ ഒക്കെ സൈഡിലൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊരു ആർട്ട് ചെയ്യുന്നുണ്ട്. നല്ല ആർട്ട്. ഈ കാണുന്ന ഒരു ശവക്കോട്ട കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് തന്നെ ഡഡ്ലി പാർക്ക് എന്നാണ്. ഡഡ്ലിയാണ്, എന്താണോ ഡെഡ്ലി തന്നെയാണ്. ഇവിടെ ഫുള്ള് ട്രെയിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമിത്തേരിയാണെന്ന് തോന്നത്തൊന്നുമില്ല, പക്ഷേ ഫുള്ള് സിമിത്തേരിയാണ്. സിമിത്തേരിയിൽ നന്നായിട്ട് അവരിങ്ങനെ ഫ്ലവറൊക്കെ പിടിപ്പിച്ചിട്ട് ഓരോ ഇതിൻ്റെ കളറുടെ അടുത്തും ഫ്ലവറൊക്കെ പിടിപ്പിച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് ആ ഏരിയയ്ക്ക് പറയുന്നത് തന്നെ ഡെഡ്ലി പാർക്ക് എന്ന് കേട്ടോ. ഇവിടുത്തെ വീടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നൊരു നമ്മുടെ നാളത്തേക്ക് കുഞ്ഞു വീട് പോലെ കാണുമെങ്കിലും എല്ലാ വീടുകൾക്കും അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള നല്ല വീടുകൾ കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കാണാനുള്ള കുഞ്ഞ് മാത്രമേ ഉള്ളൂ. വില എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒട്ടുമുക്ക ഒരു 2 അല്ലെങ്കിൽ 3 ബെഡ്റൂമുള്ള ഒരു വീടിന് നമ്മുടെ നാട്ടിലത്തെ എല്ലാം ഒരു സ്റ്റാർട്ടിങ് തന്നെ എന്നിട്ട് 3.5 മുതൽ 4 കോടിയിലൊക്കെയാണ് എല്ലാത്തിൻ്റെയും ചിലവ്. എന്തായാലും പെട്ടെന്ന് തന്നെ ഇപ്പം ട്രെയിനിന് വരുമെങ്കിൽ കുറച്ച് സമയം എടുത്തു കേട്ടോ. ഞാൻ നോക്കിയപ്പം ട്രെയിനിന് വരുമ്പോൾ ഒരു 20 മുതൽ 25 മിനിറ്റോളം എടുക്കുന്നുണ്ട് ടൗണിലോട്ട് എത്താൻ വേണ്ടി. പക്ഷേ ഒബാന വരെ 10 മിനിറ്റ് എന്ന് പറഞ്ഞ് എത്തി കേട്ടോ. ഞങ്ങൾ പാരാഫീൽഡിൻ്റെ അവിടെ നിന്നാണ്. ശരിക്കും പാരാഫീൽഡല്ലല്ലോ, എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു, നോക്കിയിട്ട് പറയാവേ. ഈ സ്ഥലങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ നമ്മളെന്തായാലും വന്ന് ടൗണിലെത്തി. അവന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടില്ല. അവന് റെയിൽവേ സ്റ്റേഷൻ അറിയില്ല. അവൻ എപ്പോഴും എയർപോർട്ടാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൻ്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. എനിക്ക് റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ടൗണിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കോമൺ ആയിട്ട് എനിക്കൊന്ന് ബാത്റൂം സൗകര്യമുള്ളത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പബ്ലിക് ടോയ്ലറ്റ് സാധാരണ എടുത്ത് ഉള്ളതിനേക്കാളും ഇതിനുള്ളിൽ നല്ല ക്ലീനാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ ടൗണിലൊക്കെ പോകുമ്പോൾ ഇവിടുത്തെ ജസ്റ്റ് പോയി റെസ്റ്റ് റൂമിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ടൗണിലോട്ട് പോകുന്നത്. അപ്പം പിന്നെ കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളോട്ട് നമുക്ക് എന്താ പറയുക, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു സിസ്റ്റം ഇത് കണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അബുദാബിയിൽ എയർപോർട്ടിൽ കയറുന്ന സിസ്റ്റം ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുന്നു, ഉള്ളിൽ കയറുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇമിഗ്രേഷൻ ആണെങ്കിൽ നമ്മൾ അബുദാബിയിൽ ഇമിഗ്രേഷനിൽ ഇങ്ങനെ തന്നെയല്ലേ, ടാപ്പ് ചെയ്യുന്നു, ഉള്ളിൽ കയറുന്നു. അപ്പം പിള്ളേർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ ഇമിഗ്രേഷനിൽ കയറി നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോകുന്ന പോലെയാണ് തോന്നുന്നത്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ എക്സ്പീരിയൻസ്ഡ് ആയതായിരുന്നു. ഈ സിസ്റ്റം അവർ എപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ അവിടെ, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ എക്സ്പീരിയൻസ് കഴിഞ്ഞു. ട്രെയിനിൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പം എന്നാ പറയുക, നമ്മുടെ ചൈന മാർക്കറ്റ് ആൻഡ് സെൻട്രൽ മാർക്കറ്റ് കാണാൻ വേണ്ടി പോവുകയാണ്. എനിവേ ഞങ്ങൾ പുറകോട്ട് ഇച്ചിരി തിരിഞ്ഞിരുന്നതുകൊണ്ട് പിള്ളേർക്ക് ഇച്ചിരി ഇങ്ങനെ പറയുക ഛർദ്ദിക്കാൻ വരുന്നൊരു ഇതുണ്ടായിരുന്നു കേട്ടോ, സെൻസേഷന്. അല്ലാണ്ട് ട്രെയിൻ നല്ലതായിരുന്നു. പിന്നെ നല്ല നീറ്റാണ് എല്ലാം, നല്ല ഇവിടുത്തെ ശരിക്കും വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളിയാണ്. തുടയ്ക്കുന്നതല്ലോ കേട്ടോ, എനിക്ക് റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ക്ലീൻനെസ് ഒന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമില്ല. ഈവൻ പക്ഷേ ബാത്റൂമൊക്കെ ആണെങ്കിലും ഇവർ ടിഷ്യൂ ആണ്, വാട്ടർ ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിലും സ്മെല്ലില്ല കേട്ടോ. കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ കൂടെ കയറി അഡ്ലൈഡ് സിറ്റിയിലെത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ ട്രാം കയറിയിട്ട് നമ്മളെ ചൈന മാർക്കറ്റ് കാണാൻ പോവാണ്. ഇതാണ് കേട്ടോ ട്രാം സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ട്രാം കയറണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ടോ ഏത് ഡയറക്ഷനിലോട്ടോ പോകണമെന്ന് അറിയണേ. അപ്പം ജസ്റ്റ് ഞങ്ങൾ അതിനകത്ത് കയറി എന്നാൽ പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച്. കറക്റ്റ് സ്ഥലമായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടി. ഇപ്പോൾ ടൗണിലൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് എപ്പോഴും ടൗണിൽ പോകുന്നില്ലാത്തതുകൊണ്ട് വലിയ പരിചയമില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഒന്ന് 2-3 പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പോകേണ്ട ഒരു എന്താ പറയുക ട്രിക്കൊക്കെ പിടികിട്ടി. പിന്നെ ഇങ്ങനത്തെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ എല്ലായിടത്തും കാണാം. നമുക്കതിനകത്ത് പേയ്മെൻറ്റ് എടുത്ത് നമ്മുടെ അബുദാബിയിലൊക്കെ ഉള്ള പോലെ തന്നെ സെയിം തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഈവൻ ഹെൽമെറ്റും എല്ലാം കിടക്കുവാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ട്രാവലിന് വേണ്ടി പൈസ അതിനകത്ത് ഇടുക,
സ്കൂട്ടർ എടുക്കുക, നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ അവിടെ കൊണ്ടുവയ്ക്കാം. അതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അത് ആ സിസ്റ്റമൊക്കെ നല്ല അടിപൊളിയാണ് ഇവിടുത്തെ. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമുക്ക് ടൗണിൽ കൂടിയൊക്കെ നടക്കുമ്പം നല്ല രസമാണ് ഇവിടുത്തെ ടൗണിൽ കൂടിയൊക്കെ നടക്കാൻ വേണ്ടി. കേട്ടോ അതിനാ ചൈന മാർക്കറ്റിലാണോ നീ പറഞ്ഞേ? ആ ഇതിലാണ് പോണേ ചൈന മാർക്കറ്റിൽ. നീ ചൈന മാർക്കറ്റ് നീ മേടിക്കുന്നുണ്ടോ? ചൈന മാർക്കറ്റ് ഇതാണ് എത്രമാത്രം കാണാനുള്ള രീതിയിൽ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ അവർ. ചൈന മാർക്കറ്റ് കണ്ടപ്പം അവർ ഓക്കെ അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ ചൈന മാർക്കറ്റിലെത്തി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്നാന്ന് കയറി നോക്കാം അല്ലേ, എന്നെ ഇവിടെ എത്രമാത്രം സ്പെഷ്യാലിറ്റി എന്ന് അറിയേണ്ടത് നമുക്ക്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ സെൻട്രൽ മാർക്കറ്റും. എന്നെ എന്തിനാ ചൈന മാർക്കറ്റിൽ പോന്നേ? എന്ത് മേടിക്കാൻ? എന്നാ ആ ടോയ്സ്. ആരോ പറഞ്ഞ ടോയ്സ് ഉണ്ടെന്ന്? അതെ അത് ആ പിയാനോ വായിക്കുന്നതായിരുന്നടി. ആ ഹോട്ട് ഫുഡ് എനിക്കറിയത്തില്ല പക്ഷെ അങ്ങനെ കഴിക്കുന്നതെന്ന് അറിയണ്ടേ. ഫുഡ് കഴിക്കണം ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ കഴിക്കാറില്ല. ഐസ്ക്രീം ആണോ? അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കി. ശരിക്കും പറഞ്ഞാൽ ഇത് ഫുൾ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഒട്ടുമുക്കാലും പിന്നെ ഉള്ളിലോട്ട് കുറച്ച് മാർക്കറ്റ് ഉണ്ട്, കൂടുതലും ഇവിടെ റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് നോക്കി, അടിപൊളി കേട്ടോ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ ഉണ്ട്. കുറേ ഡംപ്ലിങ്ങും നൂഡിൽസും അവരുടേതായിട്ടുള്ള കുറേ ഫുഡ്സാണ്. ഫുൾ ചൈനക്കാരുടെ ഫുഡാണ്. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള കുറച്ച് ഇതുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചോപ്സ്റ്റിക്കൊന്നും യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം അതുകൊണ്ട് കഴിച്ചു. പിന്നെ നമുക്കവിടെ സ്പൂൺ ആൻഡ് ഫോർക്ക് പോയിട്ട് എടുക്കാം. നല്ലൊരു ബുഫേ സിസ്റ്റം ടൈപ്പാണേ. പോയി സ്പൂണും ഫോർക്കൊക്കെ നമുക്ക് എടുക്കണം, ഫുഡ് നമുക്ക് സെർവ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. ഞങ്ങൾ കുറച്ച് എന്നാ പറയുക ബീഫിൻ്റെ ഡംപ്ലിങ്സ് മേടിച്ചു. അതുപോലെ തന്നെ എന്താ കുറച്ച് നൂഡിൽസും പിന്നെ ഒരു ഡിപ്പ് ചെയ്യാവുന്നൊരു സാധനമാണ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നമുക്ക് എന്നാ പറയുക വെറൈറ്റി ഫുഡ് ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങനെ കുറച്ച് തട്ടിപ്പ് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ പിള്ളേരെ പറ്റിക്കാനുള്ളത്. പിന്നെ കണ്ടോ ഡക്കിനെയൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട്. അവരുടെ ടൈപ്പാണ്, നമുക്കൊന്നും കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെ കണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും കേക്ക് വേണം, കുറേ ചോക്ലേറ്റ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ട്, സ്വീറ്റ്സൊക്കെ ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഫ്രഷ് പോർക്ക് വേണമെങ്കിൽ അതിവിടെ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് പോർക്ക് അതിൻ്റെ എല്ലാ പാർട്സും എടുത്തിട്ട് അവർ കൊടുക്കുന്നു. എനിക്കൊന്ന് ചൈനക്കാരുടെ മെയിനായിട്ട് അവർ ഇങ്ങനെ പോർക്ക് യൂസ് ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നത്. ഇവിടെ ഇതിൻ്റെ മാർക്കറ്റിൽ എനിക്ക് സ്പെഷ്യലായിട്ട് കണ്ട ഒരു ഏരിയ പോർക്കിൻ്റെയാണ് കേട്ടോ. അവൾക്കതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നു. പന്നിയുടെ നാക്കും കാലും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ പിന്നെ ഞങ്ങളത് പിന്നെ ഒട്ടുമുക്കാൽ ഷോപ്പുകളും അപ്പോൾ അടച്ചായിരുന്നു. കറക്റ്റ് 3 മണി വരെ കേട്ടോ ഉള്ളൂ കേട്ടോ. ഇവിടെ 3 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ അടയ്ക്കും. അവിടെ ടൈമിങ്സ് എഴുതി വെച്ചിരിക്കുന്നത് 3 മണി വരെയാണ്. അപ്പോൾ സാധാരണ നമ്മുടെ അവിടെയൊക്കെ രാത്രിക്ക് ഈ 3 മണിക്കൊക്കെ ഷോപ്പ് തുടങ്ങുക. ഇവിടെ 3 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം അടയ്ക്കും. മാക്സിമം എല്ലാ ഷോപ്പുകളും 5 മണി വരെ ഉള്ളൂ. ചൈന മാർക്കറ്റൊക്കെ 3 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോസ്റ്റ് ടൈം 3 o'clock ആണ്. ഒരു ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഐസ്ക്രീം മേടിക്കാനുള്ള ഒരു തിരക്കാണ്. ഇതൊരു തിരക്കാണോ ഇത് ഭയങ്കര ഐസ്ക്രീമിന് ഭയങ്കര കുറേ സാധനങ്ങളുണ്ട് ഇവിടെ, കുറച്ച് എല്ലാം ഫ്രഷാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇത് കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേയില ചായ ഉണ്ട് കേട്ടോ, നല്ല ചായ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ വെള്ളമൊക്കെ എന്താണ് മുല്ലപ്പൂ ഇങ്ങനെ അവരെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കണം. മുല്ലപ്പൂ എടുത്തിട്ട് അത് ഇങ്ങനെ ഉണക്കി അതുകൊണ്ടുള്ള ചായയൊക്കെ അങ്ങനെ ഫ്രഷായിട്ട്. ചിലപ്പോൾ ലൈമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവർ തന്നെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സാണ്. അപ്പം ഞാൻ വിചാരിക്കുക ശരിക്കും ഒരു നല്ല ബിസിനസ് ഏരിയ കേട്ടോ, നല്ല അടിപൊളി ബിസിനസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ചൈന മാർക്കറ്റിൻ്റെ ഉള്ളിൽ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് കയറി ഇങ്ങ് വരാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലമുണ്ട്. ആ സമയത്ത് ഒട്ടുമുക്കാൽ ഷോപ്പുകളൊക്കെ അടച്ചു പോയായിരുന്നു. പിന്നെ നമുക്ക് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ അങ്ങനത്തെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മുടെ ചൈന മാർക്കറ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബാൻ ഉണ്ടായിരുന്നു. ഒബാന് മുമ്പ് ഇവിടുന്ന്
അഡ്ലേഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ലേഡിൽ നിന്ന് ഗ്ലെനൽഗിലോട്ടുള്ളൊരു ട്രാം യാത്ര നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതും കൂടി ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോ മറ്റൊരു വീഡിയോയിലോട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സർക്കസ്. നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യണമെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ കയറിയിരുന്ന് ആടാം കേട്ടോ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.